അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും മന്ത്രി ശിവൻകുട്ടി വിചാരിച്ച കാര്യം നടന്നിട്ടില്ല. വലിയ പദ്ധതിയിട്ട് നടത്തിയ ഒരു തന്ത്രമായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി എന്ന് പറയുന്നതാകും ശരി. 1000 കോടിയല്ല, ഒരു ചില്ലിക്കാശ് പോലും ഇനി കേന്ദ്ര ഫണ്ട് കിട്ടില്ല എന്നുള്ള കർശനമായ ഒരു സൂചന കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാരിക്കോരി സാധാരണ ജനങ്ങളെ പ്രീതിപ്പെടുത്താനായി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വലിയ ആഡി ബമ്പർ സെയിൽ പ്രഖ്യാപിച്ചത്. എന്നിരുന്നാലും ഇടിവെട്ട് പണി തന്നെയാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഭരണം തന്നെ പൊളിയുന്ന രീതിയിലേക്ക്, താറുമാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്ത് പോലും ഇല്ലാത്ത സമയം PMC പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിറകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 കോടിയോളം അടുത്ത തുക SSK ആയി തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ PMC പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം. ഉടനടി തന്നെ 300 കോടിയോളം അടുത്ത SSKയിലേക്ക് റിലീസ് ചെയ്യണമെന്ന സൂചന കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി നൽകിയിരുന്നു. പക്ഷേ SSK ഫണ്ടിന്റെ ആദ്യ ഗഡു ബുധനാഴ്ച കിട്ടേണ്ടിയിരുന്നിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കിട്ടുന്നുമില്ല. മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. PMCയുമായി ബന്ധപ്പെട്ട ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിലെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞെങ്കിലും കേന്ദ്രത്തെ ചൊടിപ്പിക്കുന്ന തീരുമാനമായതുകൊണ്ട് ഇനി ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്രമന്ത്രി തീരുമാനിക്കും. PMC പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് SSK ഫണ്ട് ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട മറ്റ് കർമ്മ പദ്ധതികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. ഒരുപക്ഷെ അടുത്ത പടിയെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. SSK ഫണ്ടിന്റെ ഭാഗമായി ആദ്യ ഗഡുവായി ഏകദേശം 319 കോടിയോളം രൂപയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കേരളത്തിനും ഈ ആഴ്ച തന്നെ കിട്ടേണ്ടിയിരുന്നത്. ഒരുപക്ഷെ നേരത്തെ കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ PMC മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗിക തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയം ഇതിനോടകം തന്നെ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ഫണ്ട് തൽക്കാലത്തേക്ക് കേന്ദ്രം അങ്ങനെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഒപ്പിടില്ല, മെരിങ്ങില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര രീതികൾക്ക് വഴങ്ങുവാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് നൽകുന്ന മന്ത്രിസഭാ ഉപസമിതി തീരുമാനമനുസരിച്ച് കേരളം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. PMCയിൽ പഞ്ചാബിനെ പോലെ കേന്ദ്ര സർക്കാർ ഒരു കുരുക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതായിട്ടില്ല. കേരളം പെട്ടു എന്ന് പറയുന്നതാകും ശരി. കാരണം കേരളത്തിന് ഇനി പിന്മാറണമെങ്കിൽ ഏറെ കടമ്പകളാണ് മുന്നിൽ നിൽക്കുന്നത്. പഴയൊരു കാര്യം പറയുകയാണെങ്കിൽ 2022 ഒക്ടോബർ അന്നായിരുന്നു പഞ്ചാബ് സർക്കാർ PMCയിൽ ഒപ്പിട്ടത്. എന്നാൽ കരാറിൽ നിന്ന് അടുത്ത വർഷം തന്നെ പിന്മാറി. പക്ഷേ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് കേന്ദ്രം സ്വീകരിച്ചു. സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബ് സർക്കാർ മുഖം തിരിച്ചു. അങ്ങനെ ഫണ്ട് തടഞ്ഞു. 2 വർഷം പല യുദ്ധങ്ങളും നടത്തി. ഏറ്റവും ഒടുവിൽ സമ്മർദ്ദം ഫലം കണ്ടു. 2024 പഞ്ചാബിന് വീണ്ടും PMCയിൽ പങ്കാളിയാകേണ്ടി വന്നു. നയപരമായി തന്നെ എതിർപ്പുള്ളത് കൊണ്ട് കേരളത്തിന് ആ വഴി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നാമത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഒന്നാമത് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. ഈ സാഹചര്യത്തിൽ ഒരു തരത്തിലും കേന്ദ്രത്തോട് പടവെട്ടാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പിന്മാറൽ കരാർ വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിന് മാത്രമേ ഇനി സാധിക്കൂ. കേന്ദ്രത്തിന് മാത്രമാണ് അതിനുള്ള അവകാശം. വേണ്ടെങ്കിൽ അത് കേന്ദ്രം വേണ്ടെന്ന് വെക്കണം. ഒരിക്കലും കേരള സർക്കാരിന് മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പദ്ധതി മരവിപ്പിച്ചില്ലെങ്കിലും അതെങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു വിഷയം അത് തന്നെയാണ് സർക്കാരിനുള്ള വെല്ലുവിളിയും. അതേസമയം ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും PMC പദ്ധതിക്കുള്ള പണമൊന്നും കേരളം കൈപ്പറ്റാത്തത് കൊണ്ട് പിന്മാറുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് കേരള സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമപരമായ തടസ്സമില്ലെന്ന് ചില നിയമ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്.
മന്ത്രിസഭാ ഉപസമിതി കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉടനടി തന്നെ എടുക്കുന്നുമുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വാരി കോരി വാഗ്ദാന പെരുമഴ കഴിഞ്ഞ ദിവസം മുഖ്യൻ ഇറക്കിയത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ പിണറായി സർക്കാർ നടത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 വർദ്ധിപ്പിച്ചു. റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 180 രൂപ നിന്ന് 200 രൂപ ആക്കി ഉയർത്തി. പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ, 1 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷണർക്കും പ്രതിമാസം 1000 രൂപ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്നിവ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള 1 ഗഡു DA കുടിശ്ശിക അടുത്ത മാസത്തെ ശമ്പളത്തിനോടൊപ്പം തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി ഈ പദ്ധതിയിലും ആനുകൂല്യങ്ങളിലും പറഞ്ഞു. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. മണിക്കൂറുകൾ മാത്രം സർക്കാർ ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ചിലപ്പോൾ ഇന്ന് കിട്ടി കാണും. DADR എന്ന 4% കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്ന് ധനവകുപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഉത്തരവായി പുറത്തിറക്കി. ജീവനക്കാരുടെ 18% ക്ഷാമബത്ത ഇതോടെ 22%, 4% വർധനവോടുകൂടി പെൻഷൻകാരുടെ DRലും സമാനമായ വർധനവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെയുള്ള പണം അതെവിടെ നിന്ന് കണ്ടെത്തും? ഇത് തന്നെയാണ് ചോദ്യം. ഇതോടൊപ്പം ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയി പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച രൂപ, ആ സമരവും ഒരു തരത്തിലും ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം ഇതുവരെ നടന്നിട്ടില്ല. കുടിശ്ശിക കൊടുക്കും. കുടുംബശ്രീ ADSകൾക്ക് പ്രവർത്തന ഗ്രാന്റ് പ്രതിമാസം 1000 രൂപയാക്കി. അംഗൻവാടി വർക്കർ, ഹെൽപ്പർ എന്നിവർക്കുള്ള പൈസ 1000 രൂപ കൂട്ടി. സാക്ഷരത അവരുടേത് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആയമാരുടെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയും വേതനം 1000 രൂപയായി കൂട്ടി. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2000 രൂപ ഉയർത്തി. നെല്ലിന്റെ സംഭരണ വില 30 രൂപയാക്കി. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് സ്ത്രീകൾ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. 35-നും 60-നും ഇടയിൽ പ്രായമുള്ളവരെ ഇതിൽ പരിഗണിക്കും. മഞ്ഞ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗം, അതായത് പിങ്ക് കാർഡ് ഉള്ളവർ, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇത് നേട്ടമായി മാറും. പ്രതിവർഷം 3800 കോടി രൂപ ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടേണ്ടി വരും. അതും എവിടെ നിന്ന് കണ്ടെത്തും? +2, ITI, ഡിപ്ലോമ, ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്ന ഓരോ ജോലി വരുന്നവർക്ക്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുമായിട്ടുള്ള 18 മുതൽ 30 വയസ്സ് വരെ പ്രായമായ യുവതിയുവാക്കൾക്കാണ് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഉള്ളത്. ഇനി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂരഹിത, ഭവനരഹിത ഗുണഭോക്താക്കൾക്ക് വീടോടുകൂടി വസ്തു വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിന് മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് കൊടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചോ സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ധനസഹായം ഉപയോഗിച്ചോ വീടോടുകൂടി വസ്തു വാങ്ങുന്നവർക്കാണ് ഇളവ്. ഈ ഇളവ് കിട്ടുന്നത് മുദ്ര വിലയിൽ പരമാവധി 1,20,000 രൂപ വരെയും രജിസ്ട്രേഷൻ ഫീസ് പരമാവധി രൂപയും 3 വർഷ കാലയളവിലേക്കാണ് ഈ ഇളവ്. അങ്കമാലി നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണ ഇളവ് കൊടുക്കും. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇത് എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്.